സച്ചിൻ ഗോഡ് ഓഫ് ക്രിക്കറ്റ് എന്നാണ് അറിയപ്പെടുന്നത്. അതുപോലെ തന്നെ MS ധോണി ഇതിഹാസ താരവുമാണ്. ഇന്ന് ചെന്നൈ മുംബൈയുമാണ് നേർക്കുനേർ വന്നത്. ഇതോടുകൂടി ധോണിയും സച്ചിനും കണ്ടുമുട്ടി. ഇന്ന് ധോണിയും സച്ചിനും ചെയ്ത കാര്യമാണിപ്പോൾ സോഷ്യൽ മീഡിയയിൽ ട്രെൻഡിങ് ആയിരിക്കുന്നത്. ഈ ഒരു സംഭവത്തെ പറ്റിയാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ നോക്കുന്നത്. ഇതുപോലത്തെ IPL ന്യൂസിന് വേണ്ടി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ. ഇന്ത്യൻ ടീമിലെ രണ്ട് ഇതിഹാസങ്ങളായിരുന്നു സച്ചിനും ധോണിയും. എന്നാൽ അവർ വിരമിച്ചു കഴിഞ്ഞു. എന്നാൽ ഇപ്പോഴും ധോണി കളിക്കളത്തിലുണ്ട്. അതുകൊണ്ട് തന്നെ ധോണിക്കാണ് ആരാധകർ കൂടുതൽ. ഇന്ന് ധോണി ലാസ്റ്റ് ഓവറിൽ 3 സിക്സാണ് പാണ്ഡ്യക്കെതിരെ പായിച്ചത്. ഈ വയസ്സിലും ധോണി ഇങ്ങനെ കളിക്കുമെന്ന് ആരും തന്നെ കരുതിയില്ല. ധോണി ഇപ്പോഴും ബാറ്റിങ്ങിൽ അത്രയും ഫിറ്റാണെന്നാണ് ഇത് തെളിയിക്കുന്നത്. അതുപോലെ തന്നെ രോഹിത് ശർമ്മ ഇന്ന് സെഞ്ചുറി പ്രകടനമാണ് പുറത്തെടുത്തത്. എന്നിട്ടും മുംബൈക്ക് കളി ജയിക്കാൻ സാധിച്ചില്ല. സൂര്യകുമാർ ഡക്കിൽ പുറത്തായതാണ് മുംബൈക്ക് പണിയായത്. ഇല്ലെങ്കിൽ ഒരു പക്ഷേ ഇന്ന് മുംബൈ ജയിച്ചേനെ. രോഹിത് ശർമ്മ ഒറ്റയ്ക്ക് നിന്ന് കളിച്ചിട്ട് യാതൊരു കാര്യവുമില്ല. പാണ്ഡ്യയാണെങ്കിൽ ഫ്ലോപ്പാണ്. ബാറ്റിങ്ങിൽ മാത്രമല്ല ബൗളിങ്ങിലും. ഇന്ന് കളി ജയിച്ച് എല്ലാ താരങ്ങളും ഗ്രൗണ്ടിൽ നിൽക്കുന്നുണ്ടായിരുന്നു. ഈ സമയത്ത് സച്ചിൻ അവിടെ ഉണ്ടായിരുന്നു. ഈ സമയം ധോണി സച്ചിനെ കണ്ടതും ഓടി വന്ന താരത്തെ കെട്ടിപ്പിടിക്കുന്നതാണ് നമ്മൾ ഇന്ന് കണ്ടത്. സച്ചിനും ധോണിയും നല്ല സുഹൃത്തുക്കളാണ്. അത് നമുക്ക് ഇന്ത്യൻ ടീമിൽ അറിയാം. ധോണിക്ക് കീഴിൽ ഒരുപാട് മത്സരങ്ങൾ സച്ചിൻ കളിച്ചിട്ടുണ്ട്. സച്ചിൻ വിരമിക്കുന്നതിന് മുൻപ് ലോകകപ്പ് നേടിത്തന്നത് ധോണിയാണ്. അതിൻ്റെ തന്മ സച്ചിനുണ്ട്. സച്ചിൻ എല്ലാ താരങ്ങളോടും നല്ല രീതിയിലാണ് പെരുമാറാറ്. ഇന്ന് ധോണി അടുത്തേക്ക് വന്നതും സച്ചിനും ധോണിയുടെ അടുത്തേക്ക് ഓടിപ്പോയി. രണ്ട് ഇതിഹാസങ്ങളും ഇന്ന് നേർക്കുനേർ വന്നപ്പോൾ സോഷ്യൽ മീഡിയ അത് ആഘോഷമാക്കി. സച്ചിൻ്റെയും ധോണിയുടെയും ഫോട്ടോ സോഷ്യൽ മീഡിയയിൽ ട്രെൻഡിംഗ് ആണ്. രണ്ടുപേരും ഒരുമിച്ച് വന്നപ്പോൾ ആരാധകരും ഹാപ്പിയായി. എന്തായാലും മുംബൈ ഇന്ത്യൻസ് തോറ്റിരിക്കുകയാണ്. ഇനി അവർക്ക് മുന്നോട്ട് പോകാൻ അതത്ര ഈസി ആയിരിക്കില്ല. കാരണം ഇനിയുള്ള ഒരുവിധ എല്ലാ മാച്ചിലും മുംബൈക്ക് ജയിക്കേണ്ടതുണ്ട്. ഇല്ലെങ്കിൽ പ്ലേ ഓഫ് നഷ്ടമാവും. അപ്പോൾ ഇതുപോലത്തെ IPL ന്യൂസിന് വേണ്ടി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ.